ജയസറാം പ്രിയ കുടുംബാംഗങ്ങളെ സാദരപ്രണാമം. ഇന്ന് കർക്കിടക മാസം 1 1201 കർക്കിടകം 1 2026 ജൂലൈ 17 വെള്ളിയാഴ്ച. ഇന്ന് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ പാരായണം 1-ാം ദിവസം. 516 വരികളാണ് ഇന്നത്തെ പാഠ്യഭാഗമായിട്ട് അഥവാ പാരായണ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ബാലകാണ്ഡം ആരംഭം മുതൽ ഇഷ്ടദേവതാസ്തുതി, രാമായണ മഹാത്മ്യം, ഉമാമഹേശ്വര സംവാദം, ഹനുമാന് രാമതത്വോപദേശം, ശിവന്റെ കഥാകഥനം, ഇത്രയുമുള്ള 516 വരികളാണ് ഇന്നത്തെ പാരായണ ഭാഗമായിട്ട് നാം ചിന്തിക്കുന്നത്. അധ്യാത്മരാമായണം നമുക്കറിയാം, ബാലകാണ്ഡം ആരംഭ സമയത്ത് തന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ എന്ന വരിയോടുകൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. അതിൽ ശ്രീരാമചന്ദ്ര, ശ്രീരാമഭദ്ര, സീതാഭിരാമ, ലോകാഭിരാമ, രാവണാന്തക തുടങ്ങി ശ്രീരാമനെ പ്രകീർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ, ശ്രീരാമഭദ്രൻ വിജയിക്കട്ടെ, സീതയ്ക്ക് അഭിരാമനായിരിക്കുന്ന രാമൻ വിജയിക്കട്ടെ, ഈ ലോകത്തിന് മുഴുവൻ അഭിരാമനായിരിക്കുന്ന രാമൻ വിജയിക്കട്ടെ എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് രാവണാന്തക രാമ എന്ന്. മാത്രവുമല്ല, മമ ഹൃദയ രമതാം, എൻ്റെ ഹൃദയത്തിൽ അല്ലയോ രാമ അങ്ങ് വസിച്ചാലും എന്ന് പറയുന്നു. ഇതാണ് രാമായണത്തിന്റെ ആരംഭം. ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അതോടൊപ്പം പറയുന്നു, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാണ്. ആ ശാരിക പൈതൽ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ശ്രീരാമന്റെ സ്മൃതിയോട് കൂടിയിട്ടാണ് രാമന്റെ ചരിത്രം വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആരംഭിക്കുന്നത്. അപ്രകാരം ബാലകാണ്ഡം ആരംഭിക്കുന്നു. തുടർന്ന് ഇഷ്ടദേവതാ സ്തുതിയാണ്. കാരണനായ ഗണനായകൻ, ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി, ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ, മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്യുവാൻ, എൻ്റെ പ്രാരബ്ധ വിഘ്നങ്ങളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ആ തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗണപതിയെ സ്തുതിക്കുന്നു. എൻ്റെ നാവിൽ ഭാരതീയ പദാവിൽ തോന്നണം വാക്കുകൾ ഇങ്ങനെ വരണമെന്ന് സരസ്വതി ദേവിയെ സ്തുതിക്കുന്നു. തുടങ്ങി ഇഷ്ടദേവതകളെല്ലാം സ്തുതിച്ചു പോകുന്ന ഒരു ഭാഗമാണ് പിന്നീട് ഇഷ്ടദേവതാ സ്തുതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ സാക്ഷാൽ മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ വേദവ്യാസനെയും വാൽമീകി മഹർഷിയെയും എന്ന് വേണ്ട എല്ലാ ദേവതകളെയും, ശ്രീ മഹാദേവൻ, പരമേശ്വരൻ, സർവേശ്വരൻ, മാമകേ മനസ്സി വാണിയിടുവാൻ, എൻ്റെ മനസ്സിൽ വാഴുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇഷ്ടദേവതകളൊക്കെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവതകളെ, ദേവേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാരെ, നാരദൻ തുടങ്ങിയിട്ടുള്ള മുനിമാരെ തുടങ്ങി ഏതെല്ലാം ദേവതകൾ ഈ പ്രകൃതിയിലുണ്ടോ അവരെ എല്ലാം തന്നെ സ്തുതിക്കുന്നു. ഗുരുക്കന്മാരെ സ്തുതിക്കുന്നു. അതുപോലെ പിതൃപതി, നിരതി, ജലപതി, ഈ പ്രകൃതിയിലുള്ള സമസ്ത ഈശ്വരന്മാർ, ഇവരെയൊക്കെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇഷ്ടദേവതാ സ്തുതിയിൽ കാണുന്നത്. അതിന്റെ അവസാനം പറയുന്നു, ഉൾക്കുറുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുബോധന്മാർ, എല്ലാ ഗുരുനാഥന്മാരെയും വന്ദിച്ചുകൊണ്ടാണ് രാമായണത്തിലെ ഇഷ്ടദേവതാ സ്തുതി അവസാനിക്കുന്നത്. പിന്നീട് രാമായണ മഹാത്മ്യം കുറിച്ച് വർണ്ണിക്കുകയാണ്. എന്താണ് രാമായണം? ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട്, ഇല്ലത് ഭൂമി തന്നിൽ എന്ന് തുടങ്ങിയിട്ട് രാമായണം 100 കോടി ഗ്രന്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ 100 കോടി ഗ്രന്ഥങ്ങളുള്ള ആ ഒരു രാമായണം ഇന്ന് നിലവിലില്ല എന്നും, രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവനായി വന്നു കണ്ടതാത തുടങ്ങിയിട്ടുള്ള ആ രാമായണത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയും അതിൽ തന്നെ പറയുന്നു, ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം, വിരഞ്ജനാൽ വിരചിക്കപ്പെട്ട രാമായണം 100 കോടി ഗ്രന്ഥമുണ്ട് എന്നും അത് ഈ ഭൂമിയിലില്ല എന്നും പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രീരാമായണം ചമയ്ക്കാൻ വേണ്ടിയിട്ട് പറയപ്പെടുന്നു എന്നുള്ളതാണ് രാമായണ മഹാത്മ്യത്തിന്റെ ആരംഭം. അതിൽ പറയുകയാണ്, ഈ രാമായണം, അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തമാണ്. അത് അധ്യയനം ചെയ്യുന്നവർക്ക്, അധ്യയനം ചെയ്യുന്ന മധ്യജന്മികൾക്ക് മുക്തി സിദ്ധിക്കും, ഈ ജന്മത്തിൽ തന്നെ മുക്തി സിദ്ധിക്കും. ബുദ്ധിമത്വക്കളായവർ, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് പോലും ഇത് കേൾക്കുകയാണ് എങ്കിൽ അവർ മുക്തിയെ തന്നെ പ്രാപിക്കുമെന്ന് രാമായണത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഇതിൽ കൃത്യമായിട്ട് ആദ്യ ഭാഗങ്ങളിൽ വർണ്ണിക്കുന്നു. പിന്നീട് ഉമാമഹേശ്വര സംവാദമാണ്. ഈ രാമായണ മഹാത്മ്യം എന്താണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ അവസാന വരിയിൽ ചേർക്കുകയാണ്, രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചതിനു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ഈ ഭൂമിയില് രാക്ഷസാദികളെ, രാവണാദികളെ വധിച്ചതിന് ശേഷം, അവരെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചതിന് ശേഷം അഥവാ വധിച്ചതിന് ശേഷം
ആദ്യമായിട്ട് ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനായ സീതാപതിയുടെ ശ്രീപാദത്തെ വന്ദിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണ മഹാത്മ്യം അവസാനിക്കുന്നത്. അതിനുശേഷമാണ് ഉമാമഹേശ്വര സംവാദം. ഉമാമഹേശ്വര സംവാദം കൈലാസത്തിന് മുകളിൽ പാർവതി പരമേശ്വരന്മാർ സുഖത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് വസിക്കുന്ന സമയത്ത് പാർവതി ദേവി കൈലാസനാഥനായ മഹാദേവനോട് ചോദിക്കുന്നു, അല്ലയോ സർവാത്മാവായ നാഥ പരമേശ്വര പൂജി, എനിക്ക് ഒരു കാര്യം അങ്ങയോട് ചോദിക്കാറുണ്ട്. ഞാനുണ്ടോന്ന് നിന്തിരുവടി തന്നോട് ആകാംക്ഷ ചേതസ പരവസ്ഥ ചോദിക്കുന്നു, ആകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. ആകാംക്ഷയോടുകൂടി അല്ലയോ കൈലാസനാഥ സർവാത്മാവായ നാഥ, ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കുകയാണ്. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ, അല്ലയോ നാഥ അങ്ങേക്ക് എന്നോട് അല്പമെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ശ്രീരാമദേവതത്വം എന്നോട് ഉപദേശിക്കണം. ശ്രീരാമദേവന്റെ തത്വം എന്താണ് എന്ന് അല്ലയോ മഹാദേവ എന്നോട് ഉപദേശിക്കണം എന്ന് കൈലാസനാഥനായ മഹാദേവനോട് പാർവതി ദേവി ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ശ്രീരാമദേവന്റെ മഹാത്മ്യം കേൾക്കാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്. ശ്രീരാമന്റെ തത്വത്തെ കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പാത്രമാണെങ്കിൽ, അതിന് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ അല്ലയോ മഹാദേവ അങ്ങ് എന്നോടിത് അരുളി ചെയ്താലും എന്ന് പറയുന്നു. പാർവതി ദേവിയുടെ ചോദ്യം കേട്ടപ്പോൾ മഹാദേവൻ പറയുകയാണ്, ശ്രീരാമദേവ തത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. ശ്രീരാമന്റെ തത്വം കേൾക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് മഹാഭാഗ്യമാണ്. മുൻപ് എന്നോട് ഇതുവരെ ഇതാരും ചോദിച്ചിട്ടില്ല, നീയാണ് എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ പാർവതി ദേവിയോട് ശ്രീരാമൻ പരമാനന്ദമൂർത്തി, പരമാനന്ദമൂർത്തിയായിരിക്കുന്ന ശ്രീരാമനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. മഹാദേവൻ പറയുകയാണ്, സീതാരാഘവ മരുൾസൂന് സംവാദം. സീതയും രാഘവനും മരുൾസൂനും, ശ്രീരാമ സീത ആഞ്ജനേയന്മാർ തമ്മിലുള്ള സംവാദം മോക്ഷ സാധനമാണ്, മോക്ഷത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലയോ പാർവതി ദേവി സന്തോഷത്തോടുകൂടി ഇത് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയോട് മഹാദേവൻ ശ്രീരാമചരിതത്തെ വർണ്ണിക്കുകയാണ്. ആ വർണ്ണിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്ന മുമ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശ്രീ മഹാദേവൻ രാമചരിതത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ കഥ ആരംഭിക്കുന്നത് ശ്രീരാമൻ പട്ടാഭിഷിക്തനായതിനു ശേഷം, അഥവാ രാവണവധത്തിന് ശേഷം തൻ്റെ രാജകൊട്ടാരത്തിൽ അയോധ്യയിൽ ശ്രീരാമനും സീതാദേവിയും ആഞ്ജനേയ സ്വാമിയും പട്ടാഭിഷേകത്തിന് ശേഷം ഇരിക്കുന്ന ആ ഒരു ഭാഗത്താണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രീരാമ തത്വം പറഞ്ഞു കൊടുക്കണമെന്ന് പാർവതി ദേവി ശിവനോട് പറയുമ്പോൾ ശിവൻ പറയുന്നു, മുമ്പ് അയോധ്യയിൽ പട്ടാഭിഷേകത്തിന് ശേഷം ശ്രീരാമനും സീതാദേവിയും ആഞ്ജനേയ സ്വാമിയും കൂടി ഇരിക്കുന്ന അവസരത്തിൽ ശ്രീരാമൻ ആഞ്ജനേയനെ അടുത്ത് വിളിച്ചിട്ട് സീതാദേവിയോട് പറയുന്നു, അല്ലയോ സീതേ, ഈ ആളെ നിനക്ക് പരിചയമുണ്ടോ? അഥവാ ഈ സുന്ദരരൂപിയായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ. ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, ഹനുമാനെ കണ്ടില്ലേ? നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരങ്ങളും തന്നെ ഉള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി. എന്നെയും കുറിച്ചുള്ള ഭക്തി സദാസമയം കൊണ്ടു നടക്കുന്ന ആളാണ് ആഞ്ജനേയ സ്വാമി. ആ ആഞ്ജനേയ സ്വാമി അടുത്തേക്ക് വിളിച്ചിട്ട് ശ്രീരാമൻ പറയുകയാണ് സീതാദേവിയോട്, നമ്മുടെ തത്വം ഇവനോട് പറഞ്ഞു കൊടുക്കണം. ഞാനും നീയും എന്താണ് എന്ന്, രാമസീത തത്വം എന്താണ് എന്ന് ഈ ഹനുമാനോട് നീ പറഞ്ഞു കൊടുക്കൂ എന്ന് ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു, ആഞ്ജനേയ സ്വാമിയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ശിവൻ പാർവതിയോട് ആദ്യം പറയുന്ന കാര്യം. ശിവനും പാർവതിയും ഒന്ന് ശ്രദ്ധ ഉണ്ടാവണം. ശിവനും പാർവതിയും തമ്മിൽ സംവദിക്കുന്നു. പാർവതി ദേവി ശിവനോട് പറയുന്നു രാമതത്വം അറിയണമെന്ന് പറയുന്നു. അത് പറയുമ്പോൾ മഹാദേവൻ പറയുകയാണ്, അയോധ്യയിൽ രാവണവധത്തിന് ശേഷം ശ്രീരാമനും സീതയും ആഞ്ജനേയ സ്വാമിയും പട്ടാഭിഷേകമെല്ലാം കഴിഞ്ഞതിനു ശേഷം ആ സഭയിൽ ഇരിക്കുമ്പോൾ ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു, ഹനുമാനെ നീ കണ്ടില്ലേ? ആ ഹനുമാന് നമ്മുടെ തത്വം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്താലും എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോ സീതാദേവി ആഞ്ജനേയ സ്വാമി അടുത്തേക്ക് വിളിക്കുകയാണ്. വിളിക്കുന്ന പരിശ്രദ്ധിക്കണം. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമ പാദഭക്ത പ്രവരാ കേട്ടാൽ നീ. ഈ വീരന്മാരെല്ലാവരും ലോകത്ത് എത്രത്തോളം വീരന്മാരുണ്ടോ അവരൊക്കെ ചൂടുന്ന മകുടത്തിന്റെ നായകക്കല്ല് എന്ന് വെച്ചാൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആളുകളൊക്കെ ധരിക്കുന്ന കിരീടത്തിന്റെ ഏറ്റവും മുകളിലെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കല്ലായിരിക്കുന്ന ആളാണ് ആഞ്ജനേയ സ്വാമി. എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ.
അങ്ങനെയുള്ള ശ്രീരാമ പാദഭക്ത പ്രവര, അങ്ങനെയാണെങ്കിൽ പോലും ശ്രീരാമന്റെ പാദത്തിലാണ് അദ്ദേഹത്തിന്റെ ഭക്തി, അഥവാ ശ്രീരാമ പാദസേവയാണ് ആഞ്ജനേയന്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള ശ്രീരാമ പാദഭക്ത പ്രവര നീ കേട്ടാലും എന്നിട്ട് പറയുന്നു, സീതാദേവി പറയുകയാണ്, ജന്മനാശാദികളില്ലാത്ത ഒരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമൻ. ജനനവും മരണവുമില്ലാത്ത, ആദ്യന്തമില്ലാത്ത ഒരു പരബ്രഹ്മ സ്വരൂപമാണ് ശ്രീരാമൻ എന്ന് നീ അറിഞ്ഞാലും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഞാൻ താൻ മൂലപ്രകൃതിയായതോ. സീതാദേവി പറയുകയാണ്, ശ്രീരാമൻ ജന്മനാശാദികളില്ലാത്ത പരബ്രഹ്മമൂർത്തിയാണ്, ഞാൻ ഈ മൂലപ്രകൃതിയാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി കൊണ്ട് മാത്രം ഞാൻ ഇവ സൃഷ്ടിക്കുന്നു. ശ്രീരാമന്റെ സന്നിധി കൊണ്ട് മാത്രമാണ് മൂലപ്രകൃതിയായിരിക്കുന്ന ഞാൻ ഈ പ്രകൃതിയെ സൃഷ്ടിക്കുന്നത് എന്നുള്ള വലിയൊരു തത്വത്തെ ഇവിടെ സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് സീതാദേവി ആഞ്ജനേയനോട് പറയുന്നു, ശ്രീരാമ ചരിത്രത്തെ കുറിച്ച് പറയുകയാണ്. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ, ഈ ഭൂമിയിൽ സൂര്യവംശത്തിൽ അയോധ്യയിൽ ദശരഥന്റെ മകനായിട്ട് രാമനും ബാക്കിയുള്ള 3 ആളുകളും ജനിച്ചതും എന്ന് തുടങ്ങി എന്താണോ രാമചരിതം, രാമന്റെ അവതാരം മുതൽ ബാല്യം മുതൽ അഹല്യാമോക്ഷം, എന്തെല്ലാമാണോ രാമന്റെ ചരിത്രത്തിൽ ജീവിതത്തിൽ നടന്നത് അതെല്ലാം തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് ആഞ്ജനേയ സ്വാമിയോട് പറയുകയാണ്. അതില് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയത്, ബാലിസുഗ്രീവ സഖ്യം, അല്ല ബാലിസുഗ്രീവ കലഹകഥ, അതുപോലെ സുഗ്രീവ സഖ്യം തുടങ്ങി എന്തെല്ലാമാണോ അവസാനം വിഭീഷണന്റെ അഭിഷേകം കഴിഞ്ഞ്, രാവണവധം കഴിഞ്ഞ്, രാവണനെ വധിച്ചതിന് ശേഷം തിരികെ ശ്രീരാമനും സീതയും അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ഈ നിമിഷം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ വരെ, ശ്രീരാമന്റെ അവതാരം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ സീതാദേവി ആഞ്ജനേയ സ്വാമിയോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം പറയുന്നു, ദേവകളോട് അനുവാദവും കൊണ്ട് അയോധ്യാം രാജ്യത്തിന് അഭിഷേകവും ചെയ്ത് ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടാൻ ജഗന്നാഥൻ. ഈ നിമിഷം ഈ ദേവകളിൽ നിന്നെല്ലാം അനുഗ്രഹം വാങ്ങിയിട്ട് അഭിഷേകം ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ജഗന്നാഥനാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അഞ്ജനാ തനയനോട് രാമന്റെ തത്വത്തെ സീതാദേവി കൃത്യമായിട്ട് വർണ്ണിച്ചു കഴിയുമ്പോൾ, എല്ലാം കഴിഞ്ഞപ്പോൾ രാമൻ പറയുന്നു, മന്ത്രവാദ പറയുകയാണ്, തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം. തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങൾ കൊണ്ട് മാത്രമേ എന്റെ തത്വത്തെ, അഥവാ രാമതത്വത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് പറയുന്നു, മൽഭക്തനായുള്ളവന് ഈ പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടും. എന്നെ തത്വമസ്യാദി മഹാവാക്യാർത്ഥം പോലെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഭക്തന് ഞാനായിട്ട് മാറാൻ സാധിക്കും. എന്നാൽ ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല. ഭക്തിയില്ലാത്തവർക്ക് 100 അല്ല 1000 ജന്മം എടുത്താലും ആ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് രാമൻ അടിവരയിട്ട് പറയുകയാണ്. അവസാനം അവൻ പറയുന്നു, മമ ഹൃദയം രഹസ്യം, ഇതൊരു നാളും, എന്റെ ഈ ഹൃദയ രഹസ്യം ഒരു നാളിലും ഒരു ദിവസവും ഒരു കാലത്തും മൽഭക്തിഹീനന്മാരായ മേവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. ഭക്തിയില്ലാത്ത മനുഷ്യന്മാരോട് ഒരു കാരണവശാലും എന്റെ ഹൃദയ രഹസ്യം പറഞ്ഞറിയിക്കരുത്. പരമം ഉപദേശം ഇല്ലിതിന്മീതേയൊന്നും, ഇതിൽ കവിഞ്ഞ് മറ്റൊരു ഉപദേശവും അല്ലയോ ആഞ്ജനേയ എനിക്ക് നൽകുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ആഞ്ജനേയനെ അനുഗ്രഹിക്കുന്നിടത്താണ് ആ ഭാഗം പരിപൂർണമാകുന്നത്. തുടർന്ന് ഈ സർവവേദാന്ത സാരസംഗ്രഹം രാമതത്വം, സർവവേദങ്ങളുടെയും സാരമായിരിക്കുന്ന ഈ രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ച അതെല്ലാം തന്നെ ഭക്തി കൊണ്ട് പഠിക്കുന്ന മനുഷ്യന് മുക്തി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് തിരിച്ചു മനസ്സിലാക്കുക. യാതൊരു സംശയവുമില്ല എന്ന് സാക്ഷാൽ മഹാദേവൻ പരമേശ്വരിയോട് അഥവാ പാർവതിയോട് പറയുകയാണ്. ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ആവരുത്. രാമനും സീതാദേവിയും തമ്മിലുള്ള സംവാദം ആഞ്ജനേയനോട് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ അവസാനം, ആ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ശിവൻ പറയുകയാണ്, സീതാദേവിയും ശ്രീരാമദേവനും ആഞ്ജനേയ സ്വാമിയോട് ഉപദേശിച്ചിട്ടുള്ള ഈ ഉപദേശം അഥവാ ഈ തത്വം, സർവവേദാന്ത സാരസംഗ്രഹമായിരിക്കുന്ന രാമതത്വം, ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ച ആ തത്വമെല്ലാം ഒരു സാധാരണ വ്യക്തി, ഒരു മനുഷ്യൻ ഭക്തിയോടുകൂടി കേൾക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പോലും അതിൽ നിന്ന് മുക്തി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് മഹാദേവൻ മഹാദേവിയോട് അഥവാ ശിവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ സംശയം ഉണ്ടാവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ശ്രീ മഹാദേവൻ പാർവതി ദേവിയോട് ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്.
ആ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാർവതി ദേവിയോട് ശിവൻ പറയുകയാണ്, അയോധ്യയിൽ രാമനും സീതയും തമ്മിൽ സംവദിക്കുന്നതും രാമനും സീതയും അവരുടെ തത്വത്തെക്കുറിച്ച് ഹനുമാനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം. ആ ഭാഗം പറഞ്ഞതിന് അവസാനം പറയുകയാണ്, അപ്രകാരം ഹനുമാൻ ഉപദേശിച്ചു കൊടുത്ത രാമതത്വത്തെ ഈ ലോകത്ത് എല്ലാവർക്കും മുക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മഹാദേവൻ പാർവതിയോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ജാതി നിന്ദിതനായിക്കൊള്ളട്ടെ, പരസ്ത്രീയെയും ധനത്തെയും അപഹരിച്ചവനായിക്കൊള്ളട്ടെ, മാതൃഘാതകനാവട്ടെ, പിതൃഘാതകനാവട്ടെ, അങ്ങനെയുള്ള ഏതെല്ലാം പാപങ്ങൾ ചെയ്തവനാണ് എങ്കിലും രാമനാമത്തെ ജപിച്ചിടുകിൽ, രാമനാമ ജപം കൊണ്ട് മാത്രം ദേവകൾ പോലും പൂജിക്കുന്ന രീതിയിലേക്ക് അവന്റെ പാപങ്ങൾ ഇല്ലാതായി തീരും എന്നതിന് യാതൊരു സംശയവും വേണ്ട എന്ന് മഹാദേവൻ പാർവതിയോട് അടിവരയിട്ട് പറയുന്നു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ പാർവതി ദേവി പറയുകയാണ്, നിർമ്മലം രാമതത്വാമൃതമാമസായനം, നിർമ്മലമായിരിക്കുന്ന ഈ രാമതത്വമായിരിക്കുന്ന ഈ രസായനം അല്ലെങ്കിൽ അമൃതാവുന്ന ഈ രാമതത്വം അത് കുറച്ച് കഴിച്ചാലൊന്നും പുണ്യം കിട്ടില്ല. അഥവാ ഇത്രയും ചുരുക്കിയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും അതിനെ ഗ്രഹിക്കാൻ സാധിക്കില്ല, അതിന്റെ തത്വത്തെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അല്ലയോ മഹാദേവ, എനിക്കിങ്ങനെ സംക്ഷേപിച്ചരുൾ ചെയ്താൽ പോരാ, വിസ്തരിച്ച് തന്നെ ഈ രാമചരിത്രം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിസ്തരിച്ച് രാമചരിത്രത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, കനിവുണ്ടായിട്ട് ആ രാമചരിത്രത്തെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പാർവതി ദേവി മഹാദേവനോട് പറയുന്നു. അപ്പോൾ മഹാദേവൻ പറയുകയാണ്, വാൽമീകി 24,000 നാൻമുഖ നിയോഗത്താൽ 24,000 ശ്ലോകങ്ങളോട് കൂടിയിട്ട് വാൽമീകി ബ്രഹ്മദേവന്റെ നിയോഗമനുസരിച്ച് എഴുതിയിട്ടുള്ള വാൽമീകി രാമായണത്തെ അതിനെ ചുരുക്കിയിട്ട് രാമദേവൻ നമുക്ക് ഉപദേശിച്ചതാണ് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണം അധ്യയനം ചെയ്യുന്നവർക്ക്, പഠിക്കുന്നവർക്ക് പുത്രസന്ധതി, ധനസമൃദ്ധി, ദീർഘായുസ് തുടങ്ങിയ ഒരുപാട് ഫലങ്ങളെ കുറിച്ച് പറയുന്നു. ആ ഫലങ്ങളെല്ലാം, രോഗശാന്തി തുടങ്ങിയിട്ട് ഒരുപാട് ഫലങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു ഗ്രന്ഥമാണ് അധ്യാത്മരാമായണം എന്ന് കൃത്യമായിട്ട് അടിസ്ഥാനപ്പെടുത്തി അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ശിവൻ രാമകഥ സമ്പൂർണമായിട്ട് പറയാൻ തുടങ്ങുകയാണ്. ആ പറയാൻ തുടങ്ങുന്നത് ഭൂമിദേവി തന്റെ ദുഃഖത്തെ ചർച്ച ചെയ്യുന്നതിലൂടെയാണ്. അതാണ് ശിവന്റെ കഥാകഥനം എന്ന ഭാഗം. ഭൂമിദേവി ഭൂമിയിലെ ആസുരിക ശക്തികളുടെ ദ്രോഹം വർദ്ധിച്ചതുകൊണ്ട് ഒരു ഗോരൂപം കൊണ്ടുകൊണ്ട് വിധാതാവിനോട്, ബ്രഹ്മാവിനോട് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിട്ട് ബ്രഹ്മദേവനും ഭൂമിദേവിയും എല്ലാവരും കൂടി നേരെ ക്ഷീരസാഗരത്തിൽ അഥവാ മഹാവിഷ്ണുവിന്റെ പാലാഴിയിൽ എത്തിച്ചേരുകയും പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ച് ധ്യാനിച്ച് തപസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്ന ശോഭയോട് കൂടിയിട്ട് സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും എന്തിനാണ് എല്ലാവരും കൂടി എന്നെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. സാക്ഷാൽ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ ഒരുപാട് നാമങ്ങൾ ചൊല്ലി സ്തുതിക്കുകയാണ്. ആ സ്തുതികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചതുരാനൻ അഥവാ ബ്രഹ്മദേവൻ പറയുന്നു, എനിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അങ്ങേക്ക് ഈ ലോകത്തെ എല്ലാ കാര്യവും അറിയാം, പക്ഷെ എങ്കിലും പറയണം എന്നുള്ളത് എൻ്റെ ഒരു നിമിത്തവും നിയമവും ആയതുകൊണ്ട് ഞാൻ കാര്യം പറയാം. അല്ലാതെ അങ്ങേക്ക് അറിയാത്ത വിഷയമൊന്നുമില്ലേ ഭൂമിയില്. വിഷയം ഇതാണ്, ഈ ലോകത്തെ രാക്ഷസന്മാർ, രാവണാദികൾ എല്ലാവരും തന്നെ ഭൂമിയെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ ഒരുപാട് ആസുരികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, ധർമ്മം നശിച്ചിരിക്കുന്നു. സാക്ഷാൽ മഹാവിഷ്ണു അങ്ങ് തന്നെ അതിന് പരിഹാരം കാണണം, ഇത് അപേക്ഷിക്കാനാണ് ഞങ്ങൾ എല്ലാവരും വന്നത് എന്ന് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് വിചരിച്ചുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു പറയുകയാണ്, ദശരഥൻ എന്ന് പേരുള്ള ഒരാൾ മുമ്പ് കശ്യപ പ്രജാപതി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഭൂമിയിൽ അയോധ്യയിലുണ്ട്. ദശരഥൻ എന്നുള്ള പേര്, ആ പേരോടുകൂടി രാജാവ്, ആ രാജാവിന്റെ മകനായിട്ട് ഞാൻ കൗസല്യക്ക് മകനായിട്ട് തീർച്ചയായിട്ടും ജനിച്ചിരിക്കും. എനിക്ക് 3 സഹോദരന്മാരുണ്ടാകും. അതുമാത്രവുമല്ല, ആ ജന്മം കൊണ്ട് ഞാൻ ഈ ഭൂമിയുടെ ദുഃഖത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള പ്രവൃത്തികൾ നടത്തിയിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, മേദിനിയിൽ അയോനിജയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മി സീത എന്ന പേരോടുകൂടി ജനിക്കും. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം പറയുകയാണ്, ഈ ദേവസമൂഹം അന്ന് കവിവീരരായിട്ട്, കവികളായിട്ട്, കുരങ്ങന്മാരായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ ഉണ്ടാകണം എന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ
ആ ഭൂമിദേവിയുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ദേവന്മാരെല്ലാവരും തിരിച്ചു പോവുകയാണ്. പിന്നീട് രാമായണത്തിൽ നമ്മൾ കാണുന്നത് ദേവദേവേശൻ അഥവാ ദേവേന്ദ്രൻ തന്റെ ദേവസമൂഹത്തോട് പറയുന്നു, നമുക്ക് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ശ്രീരാമനെ സേവിക്കുന്നതായിട്ട് കുരങ്ങന്മാരായ ഭൂമിയിൽ അവതരിക്കണം. അതുകൊണ്ട് വാസുദേവനെ പരിചരിക്കുവാൻ വേണ്ടിയിട്ട് മലകളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലും ഒക്കെ കുരങ്ങന്മാരുടെ രൂപം ധരിച്ചുകൊണ്ട് ദേവേന്ദ്രനും ദേവസമൂഹവും അന്നു മുതൽ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. രാമായണത്തിൽ പറയുന്നു, മാനുഷ ഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷ ഹരി സമവേഗവിക്രമത്തോടെ പർവ്വത വൃക്ഷ ഉപലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായി നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവകവൃന്ദേശ്വരന്മാരും ഭൂമി സുഖിച്ചു കാണാറല്ലോ. ഭൂമിയിൽ ഈശ്വരന്റെ വരവും പ്രതീക്ഷിച്ച് രാമന്റെ വരവും പ്രതീക്ഷിച്ച് രാമനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവന്മാർ മരങ്ങളിലും ഗുഹകളിലും വനങ്ങളിലും കുരങ്ങന്മാർ രൂപം ധരിച്ചുകൊണ്ട് ആ ഈശ്വരന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇത്രയുമാണ് ഒന്നാം ദിവസത്തെ നാം ചർച്ച ചെയ്യുന്ന ഭാഗം. ബാലകാണ്ഡം ആരംഭം മുതൽ ശിവന്റെ കഥാകഥനം വരെ. അതിൽ ശിവന്റെ കഥാകഥനത്തിൽ ഭൂമിദേവി ഗോരൂപം കൊണ്ട് മഹാവിഷ്ണുവിനോട് അപേക്ഷിക്കുന്നതും മഹാവിഷ്ണു ഭൂമിയിൽ ഞാൻ രാമൻ എന്ന പേരോടുകൂടി വന്നിട്ട് അവതരിച്ചിട്ട് ഭൂമിദേവിയുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വാക്ക് കൊടുക്കുന്നതും ആ വാക്ക് കൊടുത്തതിന് ശേഷം ദേവന്മാർ ഈശ്വരന്റെ വരവും പ്രതീക്ഷിച്ച് രാമന്റെ വരവും പ്രതീക്ഷിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭാഗത്താണ് ഒന്നാമത്തെ ദിവസത്തെ പാരായണം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തെ ദിവസത്തെ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഇതില് നാം പഠിക്കേണ്ടുന്ന ഒരു വിഷയം, നമുക്കറിയാം ഈ ഭൂമിദേവി ഗോരൂപം കൊണ്ട് അവിടെ മഹാവിഷ്ണുവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് മഹാവിഷ്ണു പറയുകയാണ്, ഭൂമിയിൽ ദശരഥന്റെ മകനായിട്ട് അയോധ്യയിൽ രാമൻ എന്ന പേരോടുകൂടി ഞാൻ അവതരിക്കും. അന്ന് നിങ്ങൾ ദേവന്മാർ കുരങ്ങന്മാർ രൂപം ധരിച്ചുകൊണ്ട് അവിടെ എന്നെ സഹായിക്കാൻ ധർമ്മത്തെ സഹായിക്കാൻ ഉണ്ടാകണം എന്ന് പറയുന്നൊരു ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കേണ്ട തത്വം അതിനകത്തുണ്ട്. കാരണം നമുക്കറിയാം ഓരോ നിയതികൾ അഥവാ നമ്മളെല്ലാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന ഇടത്ത് ജനിച്ചത്, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ ജനിച്ചത്, ഇന്നത് ഞാൻ അനുഭവിക്കുന്നത്, ഇന്ന ദുഃഖം എനിക്കുള്ളത്, ഇന്ന സന്തോഷം എനിക്കുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പറയും, എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ രാമൻ ആയിട്ട് വിഷ്ണു അവതരിക്കുന്നതിന് മുന്നേ തന്നെ രാമന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ദേവന്മാരെ അവിടെ കുരങ്ങന്മാരുടെ രൂപത്തിൽ നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു എന്താണോ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, ചുരുക്കം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ സംവദിക്കുന്നത് പോലും അന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണ മഹാപ്രഭുവായിട്ട് വിഷ്ണു അവതരിക്കുമെന്ന് കൽപ്പിച്ച അന്ന് തന്നെ തീരുമാനിച്ചു വെച്ചതായിരിക്കും ഇന്ന് നമ്മളിങ്ങനെ ഈ രാമായണ പാഠ്യഭാഗം ചർച്ച ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ദുഃഖങ്ങളാവട്ടെ സന്തോഷങ്ങളാവട്ടെ അതൊക്കെ തന്നെ മുൻകൂട്ടി ഭഗവാൻ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടി അതിനെ സ്വീകരിക്കുകയും സന്തോഷത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുകയും ദുഃഖിക്കേണ്ട വിഷയങ്ങൾ ദുഃഖിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കർമ്മഗതിയുടേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശ്വരനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു പാഠവും സന്ദേശവും ഈ രാമായണത്തിന്റെ ആദ്യ ദിനം തന്നെ നമുക്ക് സർവേശ്വരൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാമായണം ആരംഭിക്കുന്ന സമയത്ത് സമസ്ത ദേവതകളെയും ഇഷ്ടദേവതകളൊക്കെ സ്തുതിക്കുന്നു. അവിടെ എങ്ങനെയാണ് ഒരു കർമ്മം ആരംഭിക്കേണ്ടത് എന്നുള്ള ഒരു പാഠ്യം ഒരു പഠനം നമുക്ക് നൽകുന്നുണ്ട്. സമസ്ത ഈശ്വരന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ സ്തുതിച്ചുകൊണ്ട് എന്നിലുള്ള തെറ്റുകളെല്ലാം പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സങ്കല്പത്തോടു കൂടിയിട്ട് ഒരു കർമ്മം നിർവഹിക്കേണ്ടതാണ് എന്നുള്ള ഒരു വലിയൊരു സന്ദേശവും ഈ രാമായണത്തിന്റെ ഒന്നാം ദിവസം നമുക്ക് ഈ ഗ്രന്ഥത്തിലൂടെ അതിനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം ഒരു സൂചന ഇതോടൊപ്പം നൽകുകയാണ്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാം ദിവസം കർക്കിടകം 1-ാം തീയതി ഭഗവാന്റെ ആരംഭം, ബാലകാണ്ഡത്തിന്റെ ആരംഭം മുതൽ ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ദേവന്മാരുടെ ആ വാനരൂപികളായിരിക്കുന്ന ദേവന്മാരുടെ ഭാഗം വരെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബാലകാണ്ഡം, ഇഷ്ടദേവതാ സ്തുതി, രാമായണത്തിന്റെ മഹാത്മ്യം, ഉമാമഹേശ്വര സംവാദം, ഹനുമാന് രാമതത്വോപദേശം, ശിവന്റെ കഥാകഥനം, ഭഗവാന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദേവന്മാരുടെ ആ ചിന്തകളിൽ വരെ എത്തി നിൽക്കുന്നതാണ് രാമായണം അഥവാ കർക്കിടക മാസത്തെ 1-ാം ദിവസം. എല്ലാവർക്കും ആ ഒരു പാഠ്യഭാഗത്ത് നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കടാക്ഷം ഉണ്ടാകട്ടെ, ശ്രീരാമ മഹാപ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സീതാറാം.